ഹായ് ഗൈസ്, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. അപ്പോൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ നമ്മൾ കേക്ക് റെഡ് വെൽവെറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചത്, പക്ഷെ അവിടെ ചെന്നപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് മാത്രമായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ അതിലൊരു റെഡ് വെച്ച് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പേരും ഹാപ്പി ക്രിസ്മസ് ഒക്കെ എഴുതിച്ചിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് വന്നു. എല്ലാവരും തന്നെ ക്ലാസ്സിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഏകദേശം ക്രിസ്മസ്, വിഷു, ഓണം ഇങ്ങനെ എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ചെറുതായിട്ടാണെങ്കിലും ഉള്ള എല്ലാവരെയും വെച്ച് എല്ലാവരും തന്നെ വരണം എന്നില്ല. മാക്സിമം പല ആൾക്കാരും ലീവായിരിക്കും, എങ്കിലും നമ്മളൊരു ദിവസം മാക്സിമം വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷനും നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് ആവാൻ ഇനി ഏകദേശം 2 ആഴ്ചത്തോളം സമയമുണ്ട്, എങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ചെയ്തു കേട്ടോ. അത് ചില പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ചിലപ്പോൾ സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ക്രിസ്മസ് ഫ്രണ്ടിനെയും കൂടെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് കൈമാറാനായിട്ട് ഒരു സന്തോഷം അങ്ങനെ. അപ്പോൾ എല്ലാവരും കൂടി ആദ്യം നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എല്ലാവരും ചേർന്ന്. ഇനിയും ആൾക്കാരുണ്ട്, പക്ഷെ വരാനുണ്ട്, ലീവ് ഉള്ളവരുണ്ട്. എങ്കിലും ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചേട്ടനും കൂടിയിട്ട് കേട്ടോ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വൈനും കൂടിയിട്ട് കേട്ടോ കൂടെ ഉള്ളത്. അത് നോൺ ആൽക്കഹോളിക്കാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മുന്തിരി വൈനാണുള്ളത്. ആക്ച്വലി അന്ന് കിഡ്സ് ക്ലാസ്സും കൂടെ ഉള്ള ദിവസമാണ്, പക്ഷേ കിഡ്സ് അധികം പേരും വന്നിട്ടില്ല കേട്ടോ. സൺഡേ ആണ് മാക്സിമം. ഈ പറഞ്ഞ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പകുതി പേരും ലീവായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത്, പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഓൾറെഡി വീഡിയോ എടുത്തു തരാനായിട്ട് ഒരു കുട്ടിയുടെ പാരൻ്റായിട്ട് ഉണ്ടായിരുന്നത്. ചേട്ടനാണ് നമുക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വർഷവും തന്നെ വൈന് കെട്ടാറുണ്ട് കേട്ടോ, മുന്തിരി വൈന്. അപ്പോൾ ചെറിയ കുറച്ചൊരു 3 കിലോ 4 കിലോ അങ്ങനെ എടുത്തിട്ട് നമ്മൾ കെട്ടാറുണ്ട്. അപ്പോൾ ആ മുന്തിരി വൈനാണ് നമ്മൾ എടുക്കാറുള്ളത് കൂടുതൽ. അതായത് ആൽക്കഹോളിക്കല്ല, നോർമൽ വൈനാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ആ വൈനാണ് കേട്ടോ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗേൾസും അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഈ ഫോട്ടോ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരോടും ക്രിസ്മസ് ആയതുകൊണ്ട് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരാനായിരുന്നു കേട്ടോ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ചുമ്മാ നമുക്ക് ഫോട്ടോ ഒക്കെ അതിൽ യൂണിഫോമിറ്റി ആവുമല്ലോ, ക്രിസ്മസും അല്ലേ. അപ്പോൾ ക്രിസ്മസിൻ്റെ കളറ് റെഡും വൈറ്റും ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരുന്നു എല്ലാവരോടും ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് ബലൂൺസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ഫസ്റ്റ് തന്നെ തിരഞ്ഞെടുത്ത ആളിൽ നിന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരഞ്ഞെടുത്തവരൊക്കെ കൈമാറി. പിന്നെ എല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അതിന് വരാത്തവരുടെയൊക്കെ നമ്മൾ മാറ്റിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ചെയ്തു പിടിച്ചുകൊണ്ടൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഇത്തരത്തിലൊരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷനായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.